മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നിർമ്മാണ പങ്കാളി ഷോൺ ആന്റണിയെ ചോദ്യം ചെയ്തു. വിനീത വിജി വിവരങ്ങളുമായി. വിനീത, വിശദാംശം. അനുജ, നേരത്തെ തന്നെ ഈ മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾക്കെതിരെ പരാതി ഉയർന്നിട്ടുണ്ടായിരുന്നു. അതായത് 7 കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട ഈ സിനിമയുമായി ബന്ധപ്പെട്ട നിർമ്മാണ ചെലവിനായി നൽകുകയാണെങ്കിൽ 40% ലാഭവിഹിതം ലഭിക്കുമെന്നൊക്കെയായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ ഈ സിനിമ അത് തിയേറ്ററിൽ വന്നതിന് ശേഷം 250 കോടി രൂപയുടെ ലാഭമുണ്ടായി. പക്ഷേ ഈ വാഗ്ദാന പ്രകാരമുള്ള തുകയൊന്നും തന്നെ, അതായത് മുടക്കുമുതൽ പോലും ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി അരൂർ സ്വദേശിയാണ് നേരത്തെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. ആ പരാതിയിന്മേൽ അന്വേഷണം നടത്തിയ പോലീസ് നിർമ്മാതാക്കളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടും നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൂടി ഇടപെടൽ വന്നിരിക്കുന്നത്. ഈ നിർമ്മാതാക്കളുടെ സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക സ്രോതസ് എന്നിവ കേന്ദ്രീകരിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം. ഇതിലെ നിർമ്മാതാവായ ഷോൺ ആന്റണിയെ ED കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു. കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റൊരു നിർമ്മാതാവും നടനുമായ സൗബിൻ ഷാഹിറിനെയും ചോദ്യം ചെയ്തേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സൗബിനും വൈകാതെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകും. ഈ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ കേസിൽ EDയുടെ അന്വേഷണം. മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കളെ ED ചോദ്യം ചെയ്യും. അതിൽ സഹനിർമ്മാതാവിനെ ഇതിനോടകം തന്നെ ചോദ്യം ചെയ്തു.